വയനാട്ടിലേക്കാണ്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിലൊന്നായ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആനക്കാംപൊയിൽ ഭാഗത്ത് പാറ തുരക്കലിനായുള്ള ആദ്യ ബ്ലാസ്റ്റ് സ്വിച്ച് ഓൺ അല്പസമയത്തിനകം നടക്കും. മറിപ്പുഴയിൽ നിന്ന് സമീർ സി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സമീർ, മറിപ്പുഴയിലാണ് ഇന്നിപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുന്നത്. കേരളത്തിന്റെ വളരെ കാലമായുള്ള ഒരു ആവശ്യമാണ് വയനാട്ടിലേക്കുള്ള ഒരു ബദൽ പാത എന്നുള്ളത്. അതിന്റെ ഒരു തുരങ്കപാതയുടെ നിർമ്മാണത്തിലെ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയുണ്ടാക്കുന്ന വാർത്തയാണ്. എപ്പോഴാണ് ഉദ്ഘാടനം? എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? ജിൽസി സൂചിപ്പിച്ചതുപോലെയാണ് അതിന്റെ പാറ തുരക്കുന്ന നടപടികൾക്കാണ് ഇന്ന് തുടക്കമാകുന്നത്. അതിന്റെ ആദ്യ ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുക. 2 തുരങ്കങ്ങളായിക്കൊണ്ടാണ് ഈ പാത നിർമ്മിക്കുന്നത്. അതിലെ ആദ്യത്തെ ഇടത്താണ് ഇന്നത്തെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുക. അത് ഏതാനും മീറ്ററുകൾ ഉള്ളിലേക്ക് പോയ ശേഷമായിരിക്കും രണ്ടാമത്തെ നിർമ്മാണത്തിന് തുടക്കമാവുക. ഇപ്പോൾ ഇന്ന് 23 ഹാളുകളിലാണ് 1.6 മീറ്റർ നീളത്തിലാണ് അതിന്റെ ഹാളുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനകത്താണ് ബ്ലാസ്റ്റിംഗ് ആവശ്യമായിട്ടുള്ള മരുന്നുകളെല്ലാം തന്നെ നിറച്ചിരിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടെ പൊട്ടുക. അങ്ങനെയായിരിക്കും അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുക. ആദ്യ ദിവസത്തിൽ ഇങ്ങനെ 23 ഹാളുകളിൽ 1.6 മീറ്റർ നീളത്തിലാണ് എങ്കിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആയിക്കൊണ്ട് അതിനകത്തേക്ക് ഹാളുകളുടെ നീളം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന മരുന്നുകളുടെ അളവ് കൂട്ടാനും കഴിയും. അങ്ങനെ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വിലയിരുത്തുന്നത്. പ്രധാനമായും നമുക്കറിയാം വളരെയേറെ കാഠിന്യമുള്ള പാറയാണ് ഇത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആശങ്കപ്പെടേണ്ട ഒരു വ്യക്തമാക്കുന്നുണ്ട്. ആദ്യത്തെ ഇത്തരത്തിലുള്ള ഒരു സ്ഫോടനം കഴിയും. പിന്നീട് അതിന്റെ ആ മണ്ണുകളെല്ലാം പാറഭാഗങ്ങൾ നീക്കം ചെയ്യും. പിന്നീട് നിശ്ചിതമായ അളവിൽ വീണ്ടും ഡ്രില്ല് ചെയ്യും. ആ ഹാളുകളകത്തേക്ക് വീണ്ടും മരുന്ന് നിറക്കും. പിന്നീട് അവിടെ സ്ഫോടനം നടത്തും. അങ്ങനെ ഒരു കൃത്യമായ ഇടവേളകളിൽ സ്ഫോടനം നടത്തുകയും അതിനകത്തുള്ള പാറ കഷ്ണങ്ങളെല്ലാം തന്നെ പുറത്തേക്ക് മാറ്റുകയും ചെയ്യും. അങ്ങനെ നിശ്ചിതമായ സമയത്തിനകം തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അധികൃതർ പറയുന്നത്. 8.735 കിലോമീറ്ററാണ് ഇതിന്റെ ദൈർഘ്യമുള്ളത്. അങ്ങനെ കിഫ്ബിയുടെ 2134 കോടി രൂപ പദ്ധതി വിഹിതം അതിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ആ തുക ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ ഒരു പദ്ധതി നടപ്പിലാക്കുക. ഇതുവഴി വയനാട്ടിലേക്ക് ഒരു ഒരു ബദൽ പാത യാഥാർത്ഥ്യമാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുവഴി 1.5 മണിക്കൂർ ലാഭിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ 35 കിലോമീറ്റർ കുറഞ്ഞ് അതിന്റെ ദൈർഘ്യം കുറയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇത് യാഥാർത്ഥ്യമാകുന്നതിലൂടെ കേരളത്തിന്റെ തന്നെ വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകുന്നത്. അതുവഴി വലിയ രീതിയിൽ അയൽ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം കൂടി ഊട്ടിയുറപ്പിക്കാനാവും. അതുവഴി വലിയ രീതിയിൽ വിനോദസഞ്ചാര മേഖലയിലും അതുപോലെ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം തന്നെ വലിയ പുരോഗതി സാധ്യമാകും. മാത്രമല്ല വ്യാവസായിക വാണിജ്യ മേഖലയിലും അതിന്റെ ഒരു വലിയ പുരോഗതി സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലങ്ങളായി കാത്തിരുന്ന ആ ബദൽ പാതയാണ് യാഥാർത്ഥ്യമാകുന്നത്. നമുക്ക് അതിൻ്റെതായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടു. അതിന്റെ നിർമ്മാണം എങ്ങനെയായിരിക്കും നടക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാക്കിക്കൊണ്ടുള്ള വിവിധയിടങ്ങളിൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തിയെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ തന്നെ നമുക്ക് ഇവിടെ കാണാനാകുന്നുണ്ട്. ഇതിന്റെ ആനക്കാംപൊയിൽ, അതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം, ഒന്നാമത്തെ സ്റ്റാർട്ടിംഗ് പോയിന്റാണിത്. അതിന്റെ ആ ഭാഗത്താണ് ഇങ്ങനെ 2 തുരങ്കങ്ങളായിട്ടാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തേതിലാണ് ഇന്ന് ഇപ്പോൾ മുഖ്യമന്ത്രി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത്. തൊട്ടടുത്ത് രണ്ടാമത്തെ ഇതുകൊണ്ട് അത് വരും ദിവസങ്ങളായിരിക്കും അതിൽ നിർമ്മാണം ഉണ്ടാവുക. അതിനകത്തുകൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഭാഗങ്ങൾ, അതുപോലെ തന്നെ അതിനകത്തുള്ള ലേബൈ എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളതും ഈ 2 ടണലുകളെ എങ്ങനെയാണ് ബന്ധിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അത് ചാർട്ട് ചെയ്യുന്നു. അങ്ങനെ വന്നുകൊണ്ട് അതിന്റെ ഏറ്റവും ഒടുവിൽ നമ്മളെത്തുന്നത് അതിന്റെ എൻഡ് പോയിന്റ് മേപ്പാടിയിലാണ്. മേപ്പാടിയുടെ ആ ഭാഗവും നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനാകും. ഈ വിധത്തിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം. ഏതായാലും കേരളത്തിന്റെ ആ ഒരു സ്വപ്ന പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങ് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി നിർവഹിക്കും. മുഖ്യമന്ത്രി ആനക്കാംപൊയിൽ എത്തിയിട്ടുണ്ട്. വൈകാതെ തന്നെ മറിപ്പുഴയിലേക്ക് അദ്ദേഹം എത്തും. ഈ പദ്ധതി മേഖല മുഖ്യമന്ത്രി സന്ദർശിക്കും. അതിനുശേഷമാണ് മുഖ്യമന്ത്രി ആ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഭവനിലേക്ക് എത്തുന്നതും ഇതിന്റെ ഫസ്റ്റ് ബ്ലാസ്റ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും ചെയ്യുക. ഏതായാലും എല്ലാവരും മുഖ്യമന്ത്രിക്കായി കാത്തിരിക്കുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്.